പുരാണങ്ങൾ വായിക്കുമ്പോഴും ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പോലെയുള്ള അവതാര കഥകൾ വായിക്കുമ്പോഴും ഇത് കെട്ടുകഥകളാണോ എന്ന് സംശയിക്കാറുണ്ട് അല്ലേ? അത് സ്വാഭാവികമാണ്. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ പോലെയോ അബ്ദുൽ കലാം സാറിനെ പോലെയോ ഉള്ള ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ജീവിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു തലമുറയ്ക്ക് മുൻപ് വരെ ടെലിഫോൺ എന്നത് വളരെ ദുർലഭമായ ഒരു കാര്യമായിരുന്നു. ഇന്ന് ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ഫോണുകളുണ്ട്. ഫോണില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല അല്ലേ? കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മൾ ഒരു ടെലഗ്രാമിന് വേണ്ടി, ഒരു കത്തിനു വേണ്ടി കാത്തിരുന്നിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് അത് ഒരു കെട്ടുകഥ മാത്രമായിരിക്കും. വിവാഹം എന്നത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേവലം ഒരു തവണ മാത്രം കണ്ടതിന് ശേഷം നടക്കുന്ന അറേഞ്ച്ഡ് മാരേജുകളെ പറ്റി പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് അത് കേട്ട് ചിരിക്കാൻ ഒരു കൗതുക സംഭവം മാത്രമായി തീർന്നേക്കാം. നമുക്ക് അനുഭവവേദ്യമല്ലാത്ത കാര്യങ്ങൾ അത് അങ്ങനെ സംഭവിച്ചിരുന്നോ എന്ന് സംശയിക്കുന്നത് സ്വാഭാവികം. പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളെയാണ് മനുഷ്യർ സംശയിക്കാറുള്ളത്. ഒരാൾ വളരെ നല്ല ആളാണ്, സ്വഭാവ ഗുണമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ആണോ, അങ്ങനെ തന്നെയാണോ, അയാൾ ശരിക്കും നല്ല ആളാണോ എന്ന് നമ്മൾ സംശയിക്കും. എന്നാൽ ഒരാൾ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ദോഷങ്ങളുള്ള ആളാണ് എന്ന് പറയുവാണെങ്കിൽ എളുപ്പം അയാളെ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ നമ്മൾ അയാളെ അങ്ങനെ തന്നെ ലേബൽ ചെയ്യും. എപ്പോഴും നന്മയെ മാത്രമാണ് ആളുകൾ സംശയിക്കാറുള്ളത്. മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംസ്കാര സമ്പന്നമായ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പുരാണ കഥകളും ഇതിഹാസങ്ങളും എല്ലാം സഹായിക്കുന്നത്. ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നു എന്നാണ് ഇതിഹാസം പറയുന്നത്. ഇത്രയും സമ്പന്നമായ സംസ്കാരത്തിന്റെ പിൻഗാമികളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എത്രയൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായാലും എവിടെയൊക്കെ മൂല്യശോഷണം സംഭവിക്കുന്നുവോ അവിടെ അധപതനവും സംഭവിക്കും. അതുകൊണ്ട് തന്നെ എത്രയെത്ര കാലം കഴിഞ്ഞാലും രാമായണവും മഹാഭാരതവും ഭാഗവതവും പോലെയുള്ള ഇതിഹാസങ്ങളും വേദങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിൽ നിന്നും തത്വങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളണം, ജീവിതത്തിൽ പകർത്തണം.